നല്ല പടമായിരുന്നു, കണ്ടു നല്ല രസമുണ്ടായിരുന്നു, നല്ല ഇൻവെസ്റ്റിഗേഷൻ ഫിലിമായിരുന്നു, സൂപ്പറായിരുന്നു, നല്ല ഫിലിമായിരുന്നു, നന്നായിരുന്നു. നൈസ്ലി ഹൊറാണ്, കുറച്ച് സ്ലോ ആയിരുന്നു, കുഴപ്പമില്ല. സെക്കൻഡ് ഹാഫിനല്ലായിരുന്നു, ക്ലൈമാക്സ് നല്ല വൺ ടൈം വാച്ച് കണ്ടിരിക്കാം. നല്ല മൂവിയാണ്, ഹൊറാണ്, ഹൊറർ ബേസ്ഡ് ഇതാണ്. കുറച്ച് പിന്നെ ചെറിയ ടിസ്റ്റ് പോലെയൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. നല്ല മൂവിയാണ്, നല്ല മൂവിയാണ്, എൻഗേജിങ് ആണ്. ലൈക്ക് സെക്കൻഡ് ഹാഫ് ഒക്കെ ആകുമ്പോഴത്തേക്ക് ശരിക്കും നമ്മൾ എൻഗേജ്ഡ് ആയിട്ട് ഫുള്ളി പോകുന്നുണ്ട്. ലൈക്ക് ഞാനിതിൽ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. സോ ഹാപ്പി. ലൈക്ക് അതെ, നമ്മൾ തിയേറ്ററിൽ വന്ന് എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ, അപ്പോൾ അത് ഒത്തിരി സന്തോഷം. മൊത്തത്തിൽ നല്ല എൻഗേജിങ് ആണ്, ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. എന്തോ അതിനിടയ്ക്ക് കുറച്ച് മൂവീസ് വന്നിരുന്നു. എനിക്ക് തോന്നുന്നു എന്താ പറയുക, എനിക്ക് കുറച്ചുകൂടെ റീച്ച് ആയത് ഈ പാട്ടാണ്. കർണിക കണ്ടിറങ്ങി നമ്മുടെ വിയാൻ മംഗലശ്ശേരി, അദ്ദേഹം ഒരുപാട് സിനിമകൾ ചെയ്തെങ്കിൽ ഇതിൽ നല്ലൊരു ക്യാരക്ടർ വേഷം, ഇതിൽ ഗസ്റ്റ് അപ്പിയറൻസ് ചെയ്ത് സുന്ദരപാണ്ഡ്യൻ ചേട്ടൻ ഒരുപാട് സിനിമകൾ വില്ലൻ വേഷങ്ങൾ ചെയ്ത്. പിന്നെ നമ്മൾ മണിച്ചിത്രത്താഴിന് ശേഷം ഈ ഇട വന്ന ഹിറ്റ് സിനിമയ്ക്ക് ശേഷം ഒരു പ്രേതപടം, ഒരു ഹൊറാർ മൂവി, സസ്പെൻസ് ഒക്കെ ഉണ്ട്, പിന്നെ നല്ല 2 ഗാനങ്ങളുണ്ട്, അതുപോലെ സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്. നല്ലൊരു സ്റ്റോറിയാണ്, നല്ലൊരു സ്റ്റോറിയാണ് എല്ലാവരും. കാരണം എന്ന് വെച്ചാൽ എല്ലാവരും കണ്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. വേറെ കുഞ്ഞു പടം നല്ല രീതിയിൽ സ്വീകരിച്ചു. എന്തായാലും ഗംഭീരം, എല്ലാവരും വന്ന് കാണുക. കർണിക നല്ല അഭിപ്രായത്തിലേക്ക് പോകണം, നല്ലൊരു മൂവി, അടിപൊളി. മംഗലശ്ശേരി അപ്പോൾ നല്ലൊരു ഹൊറർ മൂവി തന്നെയാണ്. മണിച്ചിത്രത്താഴിന് ശേഷം ഒരു നാഗവല്ലി എക്സ്പീരിയൻസ് ആണ് സിനിമ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലാക്കുന്നത്. പിന്നെ ഇതിൽ ഡയറക്ടറെ പറ്റി പറഞ്ഞ അരുൺ വെമ്പാലയുടെ മികച്ച ഡയറക്ഷനാണ്. പിന്നെ സൗണ്ട് ക്വാളിറ്റിയും ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് തന്നെയാണ്. പിന്നെ പ്രിയങ്ക നായരുടെയൊക്കെ തിരിച്ചുവരുമാണ്. അപ്പം ഇനി ബാക്കി ചേട്ടൻ പറയും. സത്യം പറഞ്ഞാൽ ഇത് കുറച്ച് പുതിയ ആളുകളുടെ സിനിമയാണ്. ഇതിലേക്ക് ഞാൻ ഏറ്റവും ലാസ്റ്റ് ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണ്. സിനിമ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷം. കാരണം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ്. പക്ഷേ ആ ഒരു സിനിമയിൽ എത്രത്തോളം അതൊരു എൻ്റർടൈനിങ് ഫാക്ടർ കൂടെ ഈ സിനിമയിലുണ്ട്. ഇതൊരു ഹൊറർ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലാണെങ്കിൽ കൂടെ എൻ്റെ ഒരു പാർട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷം. പിന്നെ ഏരീസ് പോലെ ഒരു വലിയൊരു ബാനറിൻ്റെ ഒരു സിനിമയിൽ വീണ്ടും അഭിനയിക്കാൻ കഴിഞ്ഞത് ഒരുപാട് സന്തോഷം. പിന്നെ ഈ സിനിമ ഏറ്റെടുക്കേണ്ടത് നിങ്ങളെല്ലാവരുമാണ്. അപ്പോൾ എല്ലാവരും 2 കൈ നീട്ടി സ്വീകരിക്കണം എന്ന് മാത്രമേ പറയാനുള്ളൂ. എല്ലാവരും വന്ന് സിനിമ കാണാം, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഇവരൊക്കെ കണ്ടവരാണ്, ഇനി ഇവരോടാണ് ചോദിക്കേണ്ടത്. താങ്ക് യു. എല്ലാവരും കണ്ടു, നല്ലൊരു മൂവി. താങ്ക് യു. നല്ല മൂവിയായിരുന്നു. അങ്ങനെ ഹൊറർ എന്ന് പറയാൻ പറ്റില്ല, ഒരു ഹൊറർ ഇൻവെസ്റ്റിഗേഷൻ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൊറർ എന്നുവെച്ചാൽ പ്രേതം വന്ന് പേടിപ്പിക്കുക അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമല്ല. അങ്ങനെ ഒരു എലമെൻ്റ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ എല്ലാവരും പേടിച്ച് പ്രേതത്തെ ഭയന്ന് അങ്ങനൊന്നുമില്ല. അതൊരു ഇൻവെസ്റ്റിഗേഷനിൽ കൂടെ ഒരു പറഞ്ഞു പോകുന്നതാണ്. ഹൊറർ എലമെൻ്റ് അതിനകത്ത് ഉണ്ടെന്നേ ഉള്ളൂ, ഒരു പ്രസൻസ് ഉണ്ടെന്നേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. നല്ല മൂവിയാണ്. ഇതൊരു മിസ്റ്റിക് ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സിനിമയാണ്. അങ്ങനെ ആ വിഭാഗത്തിൽപ്പെടുന്ന സിനിമ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഇഷ്ടപ്പെടും. പ്രിയങ്കയാണ് ഇതിനകത്ത് മെയിനായിട്ട്. ബാക്കിയുള്ള കുറേ പുതുമുഖങ്ങളാണ് ഇതിനകത്ത് വന്നേക്കുന്നത്. എങ്കിലും അതിൻ്റെ BGM ഒക്കെ കൊള്ളാം, മേക്കിങ്ങിലൊക്കെ കൊള്ളാം, ഡയറക്ഷനൊക്കെ പറ്റി തെറ്റില്ലാതെ ഒരു ചെറിയ പടം എന്ന് പറയാം. വലിയൊരു ഇതിൽപ്പെടുന്ന പടമല്ല, എങ്കിലും കണ്ടിരിക്കാം. പടം കർണികം ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവിയാണ്. അപ്പോൾ എല്ലാവരും കാണുക, തിയേറ്ററിൽ തന്നെ വന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക. കുറച്ച് പുതിയ ഡയറക്ടറാണ്, കുറച്ച് ആർട്ടിസ്റ്റുകളുണ്ട് ഈ പടത്തിൽ. അല്ലാതെ TG രവി സാറുണ്ട്, പ്രിയങ്ക മേഡം ഉണ്ട്. അപ്പോൾ എല്ലാവരും പടം കാണുക. ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ, ഹൊററല്ല എങ്കിലും കുറച്ച് എലിമെൻറ്റ്സ് ഒക്കെ ഉണ്ട്, ഹൊററിൻ്റെ കുറച്ച് എലിമെൻറ്റ്സ് ഒക്കെ ഉള്ളൊരു മൂവിയാണ്. അപ്പോൾ ഈ ചെറിയ സിനിമ എല്ലാവരും വിജയിപ്പിക്കുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് വേണം.